ആട്ടൂർ സെന്ററിലെ കാന നിർമ്മാണം പഞ്ചായത്ത് തടസ്സപ്പെടുത്തിയത് പൊതുജനത്തിന് ദുരിതമാകുന്നതായി പരാതി. പുറമ്പോക്ക് ഭൂമി എടുക്കാതെ നിർമ്മാണം നടത്തിയതിനാലാണ് പണികൾ നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ആട്ടൂർ തിരൂർ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ആട്ടൂർ സെന്ററിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ കാന നിർമ്മിക്കാനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വലിയ ചാല് കീറിയത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പലതവണ അധികൃതരെത്തി പുറമ്പോക്ക് ഭൂമി എടുക്കാതെയുള്ള കാന നിർമ്മാണം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. പിന്നീട് പണികൾ നിർത്തിവെക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകിയെന്ന് കരാറുകാരും PWD അധികൃതരും പറയുന്നു. ഇതോടെ 2 ആഴ്ചയിലേറെയായി ഇവിടെ പണികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും വനിതാ ക്യാന്റീന്റെയും മുന്നിൽ കാന നിർമ്മാണം പാതിവഴിയിൽ നിലച്ചുകിടക്കുന്നതിനാൽ യാത്രക്കാർക്കും ക്യാന്റീനിൽ വരുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. കൂടാതെ കനത്ത മഴയിൽ ഈ കെട്ടിടങ്ങളുടെ മുൻവശം ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. പഞ്ചായത്ത് ഭൂമിയിൽ നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡും വനിതാ ക്യാന്റീനും പുറമ്പോക്ക് ഭൂമിയിലാണെന്ന അനാവശ്യവാദമുയർത്തി പഞ്ചായത്ത് തന്നെ PWDക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണെന്ന് CPM ലോക്കൽ സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വികാസ് രാജ് പറഞ്ഞു. കോൺഗ്രസുകാർ വന്ന് പഞ്ചായത്ത് സ്ഥലത്ത് പുറമ്പോക്കുണ്ട് എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് PWD അധികൃതർ ആ പണി കാനപ്പണിക്ക് വേണ്ടി JCB കൊണ്ട് കോരിയ ചാല അവിടെ ഇട്ട് പണി നിർത്തി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ ചാല് അങ്ങനെ കോരിയിട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബസ് സ്റ്റോപ്പിലേക്ക് പോലും ആളുകൾക്ക് കയറാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അവിടെ ഒരു വനിതാ ക്യാൻറ്റീൻ ഉണ്ട്, അങ്ങോട്ട് ആളുകൾക്ക് കയറാൻ കഴിയുന്നില്ല. നല്ല മഴയാണ്. നല്ല മഴയത്ത് ഈ ചാലിനോട് ചേർന്നൊരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നുണ്ട്, അത് വീഴാൻ സാധ്യതയുണ്ട്. ആളുകൾ രാത്രിയൊക്കെ വന്ന് ഈ കാനയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. വലിയ അപകടാവസ്ഥ നിലനിൽക്കുകയാണ്. 2 ആഴ്ചയായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ MLAയുടെ പണി തടസ്സപ്പെടുത്താൻ വേണ്ടി അവിടെ കാനപ്പണി നിർത്തിവെച്ചിരിക്കുകയാണ് PWD അധികൃതർ. വനിതാ ക്യാൻറ്റീനും ബസ് സ്റ്റോപ്പും പഞ്ചായത്തിൻ്റെ സ്വന്തം സ്ഥലത്താണ് നിൽക്കുന്നത്. ആ സ്ഥലത്ത് പുറമ്പോക്കുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയണത്. അതായത് പഞ്ചായത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് പുറമ്പോക്കുണ്ട്, PWD അത് എടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പരാതി കൊടുത്തു എന്നാണ് പറയണത്. വിചിത്രമായ പരാതിയാണ്. നമ്മുടെ സ്വന്തം സ്ഥലത്ത് പുറമ്പോക്കുണ്ട് എന്ന് നമ്മൾ തന്നെ PWDക്ക് പരാതി കൊടുക്കുന്നത് പോലെ പഞ്ചായത്ത് തന്നെ പറയണം ഞങ്ങളുടെ സ്ഥലത്ത് പുറമ്പോക്കുണ്ട്, നിങ്ങളത് എടുക്കണമെന്ന് അനാവശ്യവാദങ്ങൾ ഉയർത്തി പണി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നാൽ കാണാൻ ആളുകൾ വലിയ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അടിയന്തരമായി പരിഹരിക്കണം. ബസ് സ്റ്റോപ്പും ക്യാന്റീനും പുറമ്പോക്കിലാണ് നിൽക്കുന്നതെന്നും MLA വാശി പിടിച്ച് പണിതതാണ് ഇതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു പറഞ്ഞു. പുറമ്പോക്ക് ഭൂമി സർവേയറെ കൊണ്ട് അളന്ന ശേഷം മാത്രമേ നിർമ്മാണം അനുവദിക്കുകയുള്ളൂ. 3000 രൂപയ്ക്ക് എടുത്തിരിക്കുന്ന വനിതാ ക്യാന്റീൻ 15000 രൂപയ്ക്ക് അവർ മറിച്ചു വിറ്റിരിക്കുകയാണ്. അവരോട് ഒഴിയാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ അവിടെ പുറമ്പോക്ക് ഭൂമിയില്ലെന്നും തിങ്കളാഴ്ച മുതൽ പോലീസ് സംരക്ഷണത്തോടെ പണി പുനരാരംഭിക്കുമെന്നും PWD അധികൃതർ വ്യക്തമാക്കി. TCV തൃശൂർ.